അവനെ കിട്ടിയോ? ശ്രമിക്കുന്നുണ്ട് സാർ. അവൻ കാരണം എന്റെ കച്ചവടം പൊളിഞ്ഞു. എന്റെ ആൾക്കാർ എന്നെ വിട്ടുപോയി. എന്റെ വസ്തുവും സ്ഥലവും എനിക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും നിനക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? സാറേ, അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഓർത്തന്നെ സ്കെച്ചിട്ട് വെച്ചിട്ടുണ്ട്. അവന് ലിയോന്റെ അതേ മുഖഛായയാണ്. പക്ഷെ അവൻ ലിയോ തന്നെയാണോന്നൊരു സംശയമുണ്ട്. 24 മണിക്കൂറിനകത്ത് എനിക്ക് അവനെ വേണം. Did you get it? ഓക്കെ സാർ. സസ്പെൻഡ് ചെയ്തു. നഴ്സിംഗ് ഓഫീസറെയും ഗ്രേഡ് 2 അറ്റൻഡറെയുമാണ് സസ്പെൻഡ് ചെയ്തത്. കൊല്ലം DO നീ ആരാടാ? നീ ലിയോ ആണെന്ന് എനിക്കറിയാം. എന്റെ പേര് പാർത്ഥി എന്നാണ്. നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ഇവിടെ ഉള്ളവരെ പറ്റിക്കാം, ഈ ലോകത്തെ പറ്റിക്കാം, പക്ഷെ എന്നെ പറ്റിക്കാനാവില്ല. ഇപ്പൊ വൈഫിന് ഇങ്ങനെ ഉണ്ട് പാർത്ഥി? സാറേ, മൈനർ ഇഞ്ചുറീസേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന ഡോക്ടർ പറഞ്ഞു. ദാറ്റ്സ് ഗ്രേറ്റ്. സാർ, ഇതൊക്കെ ചെയ്തവൻ ആരാ സാർ? അവൻ എന്തിനാ എന്റെ ഫാമിലി അറ്റാക്ക് ചെയ്തേ? അവന്റെ പേര് ആന്റണി ദാസ് എന്നാണ്. അവൻ ഒരു ഡ്രഗ് മാഫിയക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ലിയോ ആരാണ് സാർ? കുറച്ചു മാസം മുന്നേ ആന്റണി അവന്റെ അനിയൻ ഒരു ഓർഡർ റിസീവ് ചെയ്യാൻ പറഞ്ഞയച്ചു. പക്ഷേ സൂക്ഷിച്ചു വരണം. 500 കോടിയുടെ മുതലാണ് അതിനകത്ത് ഇരിക്കുന്നത്. ചേട്ടാ, പേടിക്കാതെ. ഞാൻ എത്തിയില്ലെങ്കിലും വണ്ടി എത്തിയിരിക്കും. ഓക്കേടാ മോനെ. ഇപ്പം തന്നെ അങ്ങ് എത്തിക്കാം. ഇതെല്ലാം എനിക്കുള്ളതാണ്. അങ്ങനെ സ്വന്തം ചേട്ടനെ പറ്റിച്ചിട്ട് അനിയൻ കടന്നു കളഞ്ഞു. അവന്റെ പേരാണ് ലിയോ. അവന്റെ രൂപം ഏകദേശം നിന്റെ പോലെയാണ്. അവൻ എന്റെ പോലെയാണെങ്കിൽ ഞാൻ എന്ത് കുറ്റം ചെയ്തു സാർ? ഇവനൊക്കെ ചേർന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ സാർ. ഇതാരാ ലൈറ്റ് ഓഫ് ചെയ്തേ? 24 മണിക്കൂർ കഴിയാറായല്ലോ. ആന്റണി, your time is up. അവൻ എവിടെയാ? ദാ പിടിച്ചോ സാർ. സാറേ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്റെ പേര് പാർത്ഥിയാണ്. എന്റെ വൈഫിനെ വെറുതെ വിടൂ സാർ. നിങ്ങൾ രണ്ടുപേരെ കൊന്നിട്ട് ഡെഡ് ബോഡി വെറുതെ വിടാം. നീ തീർന്നതാ. റോളക്സ്, അവനെ തൊട്ടു പോവല്ലേ. അപ്പോൾ നീ എന്നെ ചതിക്കുമായിരുന്നല്ലടാ ആന്റണി. ഞാൻ തന്നെടാ ലിയോ. ലിയോ ദാസ്. ഓഹോ, അപ്പൊ ചേട്ടനും അഞ്ഞനും ഒരുമിച്ചു. ഇനി പറ, ഈ ഡ്രാമ എന്തിനായിരുന്നു? 5 വർഷം മുമ്പ്. റോളക്സ് ഇങ്ങനത്തെ ആൾക്കാരെ തേടി പിടിച്ച് കൊല്ലുന്നത് പാടാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് അന്ന് നീ എല്ലാവരുടെ മുന്നേ വെച്ച് വെട്ടിക്കൊന്നത് നമ്മളുടെ സ്വന്തം അച്ഛനെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ തകർക്കാനുള്ള പ്ലാനിങ് തുടങ്ങി. ചേട്ടാ, എനിക്ക് അവനെ കൊല്ലണം. അവനെ ചുമ്മാ കൊന്നാ പോരാ, ഇഞ്ച് ഇഞ്ചായി കൊല്ലണം. അങ്ങനെയാണെങ്കിൽ ആദ്യം അവന്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കണം. കറക്റ്റ്. ഈ ഞായറാഴ്ച റോളക്സ് 500 കോടിയുടെ ഡ്രഗ് ഡീൽ നടത്താൻ പോകുകയാണ്. നീ ആ ലോഡ് അടിച്ചു മാറ്റണം. എന്നിട്ട് എന്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് നിന്നെ പിക്ക് ചെയ്യാൻ വരും. നീ അവളുടെ നാട്ടിൽ പോയി നിന്റെ ഐഡന്റിറ്റിയും മേക്ക് ഓവറും മാറ്റണം. അതെന്തിനാ ചേട്ടാ? അല്ലെങ്കിൽ റോളക്സിന്റെ ആൾക്കാർ നിന്നെ തേടി പിടിച്ചു കൊല്ലും. ഓ, റോളക്സിനെല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാൻ വരും. അതിന്റെ ഇടയ്ക്ക് നീ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കല്ലോ. ഓക്കേ ഏട്ടാ. You kill my father. I want revenge. എന്നോട് റിവെഞ്ച് എടുക്കാൻ വരട്ടെ. ആദ്യം നിന്റെ ചേട്ടൻ കൊന്ന ഒരാളുടെ ഹസ്ബൻഡിന് റിവെഞ്ച് എടുക്കണമെന്ന്.